ഹായ് ചങ്കളെ, എല്ലാവർക്കും മെഫുൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഒരു പ്രത്യേകതരം മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ ചിക്കൻ റെസിപ്പി ഉണ്ടല്ലോ, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സവാള വയറ്റി മെനക്കെടുകയും വേണ്ട. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ആ പ്രത്യേകതരം മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന ആ ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. അത്യാവശ്യം 4 പേർക്ക് ഒരേ സമയം കഴിക്കാവുന്ന 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയതിനാണ് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലോട് കൂടിയത് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ആവശ്യമായ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഇതിനെ സ്പൂൺ വെച്ചോ കൈവച്ചോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നല്ലപോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതിനൊന്ന് റെസ്റ്റിനോട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടൊന്നും മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഏകദേശം 1-2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതിയേ. ഇപ്പോൾ ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായി ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. തണുത്ത് കിട്ടിയ മല്ലിയും കുരുമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒരുപാട് പൊടിച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. ഇടുകല്ലുണ്ടെങ്കിൽ അതിൽ ഇടിച്ചെടുത്താലും മതിയാകും. ഇപ്പോൾ ഇവിടെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം പൊടിഞ്ഞു പോകരുത്. ഇനി ഇതിൻ്റെ മണമൊന്നും പോവാതെ അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായാൽ മാത്രം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 5-6 ചെറിയ ഉള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 2 പച്ചമുളക് നെടുവേ കീറിയതും 1 തണ്ട് കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടേ ഇതിനെ നല്ലപോലെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. വഴറ്റിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ച മണമുണ്ട്, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ആയി കിട്ടിയാൽ ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 തുള്ളി വെള്ളം ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ഇവിടെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇത് കഴിഞ്ഞാലാണ് തമ്പനയിൽ പറഞ്ഞ ആ രഹസ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒരു മുറി തേങ്ങയുടെ 1 കപ്പ് കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ അവസാനം വരെ കണ്ട് റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ സുഹൃത്തിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നിന്നും അല്പം തീയും കൂടെ കൂട്ടി 10 മുതൽ 12 മിനിറ്റ് വരെ ചെറു തീയിലൊന്നതിനെ വേവിച്ച് വറ്റിച്ചെടുക്കണം. അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാം. ഇപ്പം ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ട്രൈ ആവാനുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു ഏകദേശം ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ട്രൈ ആക്കിയെടുക്കാം. അപ്പോൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പം ചിക്കനൊക്കെ ഏകദേശം വെന്ത് ട്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറവുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ചിക്കൻ റെസിപ്പിക്ക് ഗ്രേവിയുടെ പരുവം ഇതാണ് കറക്റ്റ്. നിങ്ങൾക്ക് അല്പവും കൂടെ ഗ്രേവി വേണമെങ്കിൽ ഒരുപാട് ട്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഇന്ന് വരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്ക് പണിയും കൂടെ ബാക്കി. ഇനി അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും ഇനി ഒരു നുള്ളു മല്ലിയിലയും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡിയായി വരും. ഇത് നോക്കി, കാണാനെന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളിയാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യും. സവാള വയറ്റി മെനക്കിടേണ്ട ഒരാവശ്യവുമില്ല. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറന്നു പോകരുതേ. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബായ് ബായ്.